രാവിലെ തന്നെ എണീച്ചിട്ട് ഇവനേടിയാന്നല്ലേ അനക്കിന്ന് ക്ലാസ് ഉണ്ടേ. ക്ലാസ് എവിടെയാന്ന് വെച്ചാൽ കണ്ണൂരാന്നേ, ഞാൻ തലശ്ശേരിന്ന് ട്രെയിനാന്നേ. അങ്ങനെ നമ്മൾ വണ്ടിയും വെച്ചിട്ട് സ്റ്റേഷനിലെത്തിയിട്ട് നോക്കുമ്പോൾ ട്രെയിൻ 1 മണിക്കൂർ കഴിഞ്ഞാലേ ട്രെയിനുള്ളേ. അതുകൊണ്ട് നമ്മൾ എസ്കലേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് സ്റ്റേഷന്റെ ലാസ്റ്റോട്ട് എത്തി. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് സമയം പൊക്കിയാറും കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വന്നേ. ട്രെയിനിൽ കാലുകുത്തേണ്ട ഒരു സൂചി കുത്തേണ്ട സ്ഥലം പോലും ഇല്ല. കണ്ണൂർ അടുത്ത സ്റ്റേഷൻ തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമ്മൾ പെട്ടെന്ന് എത്തി. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റേഷന്റെ പുറത്ത് കഴിഞ്ഞേ, സ്റ്റേഷന്റെ മുമ്പ് തന്നെയാന്നേ നമുക്ക് ഓടിക്കേണ്ട സ്ഥലം. ഇത് കാണുമ്പോൾ പാണ്ടാൻ മടി പോലെ ഇല്ലേ, ആന്നല്ലേ. നമ്മൾ പിന്നെ നേരത്തെ വന്നോണ്ട് എല്ലാവരും കൂടി എത്തിനെ. അങ്ങനെ നമുക്ക് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടായി പോയ സ്ട്രിപ്പ് നമുക്ക് ശരിയാക്കേണ്ടതാണ്. ടൈമിന്ന് വീണ ഫോൺ പെട്ടെന്ന് ഓണായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രിപ്പ് പൊട്ടിയതായിരിക്കും. അതെല്ലാം നോക്കി പഠിച്ച് നമ്മൾ ശരിയാക്കി. അങ്ങനെ നമ്മളെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങ് ആ ചോപ്പ് എത്തുന്ന സ്ഥലം കണ്ട അടുത്തേക്കാണ് നമുക്ക് എത്തണ്ട. ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് ദൂരമുണ്ട്, എന്നാലും നമ്മൾ നടന്നിട്ടെത്തി. ഈ ട്രെയിനാണ് നമ്മൾ രാവിലെ കൂട്ടാണ്ട് പോയത്. അങ്ങനെ അന്നെ കൂട്ടാൻ പറ ട്രെയിൻ വന്നിട്ട് തലശ്ശേരി ഇറക്കിയിട്ട് ട്രെയിൻ അങ്ങ് പോയേ. അങ്ങനെ വണ്ടീന്റെ അടുക്കി എത്തിയിട്ട് വണ്ടി രണ്ട് സൈഡിൽ ലോക്കാക്കി ബുദ്ധി ഉണ്ടെങ്കിൽ ഇല്ലായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വീട്ടിലെത്തി ടി വി കാണുമ്പോൾ അതിന്റെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് നിന്ന് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ കൺട്രോൾ പോകും. എല്ലാത്തൊരു സൂക്കാടാന്ന് ആരെങ്കിലും തിന്നുന്നുണ്ടെങ്കിൽ എപ്പാട്. അങ്ങനെ വണ്ടി എടുത്ത് സാധനം വാങ്ങാൻ വന്നിട്ടാണേ ഉള്ളത്. സാധനമുള്ള ചട്ടപ്പട്ടയും തപ്പിപ്പിടിച്ച് എത്തിനെ. വീട്ടിലെത്തി കഴുകി വെച്ച ചിക്കനിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മസാല കുരുമുളക് പൊടി തൈര് ഇതെല്ലാം വെച്ചിട്ട് കോയിനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇടുക. അതേ എണ്ണയിൽ തന്നെ ചിക്കനും പൊരിക്കുക. ആയി കഴിഞ്ഞാൽ ഫ്രൈസ്, ചിക്കൻ, മയോണീസ്, തക്കാളി സോസ്, ചീസ് കൂട്ടിച്ചൊന്ന് ചൂടാക്കുക. ആവുന്ന കണ്ടാ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കലൊന്നുമില്ല, എടുക്കുക തിന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ലേ, അടിപൊളിയാന്നേ. വേണമെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി. അതൊന്നും പണിയെടുത്ത ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയേ.